ഈ മാസം സർവീസിൽ നിന്ന് വിരമിച്ച മുതിർന്ന IAS ഉദ്യോഗസ്ഥനായിരുന്ന ബിജു പ്രഭാകറാണ് ലീഡേഴ്സ് മോർണിംഗിൽ എത്തുന്നത്. KSRTCയുടെ മാനേജിംഗ് ഡയറക്ടറായിരുന്നു, KSEBയുടെ ചെയർമാനായിരുന്നു, തിരുവനന്തപുരം കളക്ടറായിരുന്നു. ഇങ്ങനെ നിരവധി സുപ്രധാന തസ്തികകളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷം അദ്ദേഹം പുറത്തിറക്കിയ നാം നമ്മെ കൊള്ളയടിക്കുന്നു എന്ന പുസ്തകം വലിയ വാർത്താ പ്രാധാന്യം നേടിക്കൊണ്ടിരിക്കുന്നു എന്ന സാഹചര്യം കൂടിയുണ്ട്. സ്വാഗതം ചെയ്യാം ബിജു പ്രഭാകറെ ഹലോ മലയാളത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 10 വർഷമായി പവർ കട്ടില്ല എന്നുള്ളത് വെറും പ്രചാരണം മാത്രമാണ് എന്നുള്ളതായിരുന്നു ഈ ദിവസങ്ങളിൽ ഏറ്റവും ശ്രദ്ധയാകർഷിച്ച താങ്കളുടെ ഒരു പരാമർശം. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പവർ കട്ടിനെ കൊണ്ട് മനുഷ്യരിങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോഴാണ് ആ പരാമർശം വരുന്നത്. അത് സാങ്കേതികമായ ഒരു തലം മാത്രമാണോ ആ പറഞ്ഞതിൽ ഉദ്ദേശിച്ചത്? അതിനപ്പുറത്ത് ആസൂത്രിതമായി എങ്ങനെ നടപ്പാക്കുന്നു എന്നായിരുന്നോ ഉദ്ദേശിച്ചത്? 10 വർഷത്തെ പവർ കട്ടില്ലായ്മ എന്ന് പറയുന്നത് അത് ഇവിടുത്തെ ഭരണാധികാരികളെ KSEBയിലെ ഉദ്യോഗസ്ഥർ കബളിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് എന്നുള്ള നിലയിലാണ് ഞാൻ ഇന്നലെ പ്രസംഗിച്ചത്. ഞാനുണ്ടായിരുന്ന ഒരു വർഷക്കാലവും പല ദിവസവും ഷോർട്ടേജ് ഉണ്ട്. കാരണം കേരളത്തിൻ്റെ പവർ അല്ലെങ്കിൽ ആഭ്യന്തര ഉൽപ്പാദനം എങ്ങനെ കൂട്ടണം, ആഭ്യന്തര സ്റ്റോറേജ് എങ്ങനെ കൂട്ടണം എന്നതിനെപ്പറ്റി കഴിഞ്ഞ 10 വർഷമല്ല, ഒരു 20 വർഷമായിട്ട് യാതൊരു ചിന്താഗതിയുമില്ല. 20-25 വർഷമായിട്ട് യാതൊരു ചിന്താഗതിയില്ല. 10 വർഷം മാത്രമായിട്ട് എടുക്കണ്ട. വൻകിട ഡാമുകളെല്ലാം മാറ്റിയിട്ട് 1 മെഗാവാട്ട്, 2 മെഗാവാട്ട്, 9 മെഗാവാട്ട്, 20 മെഗാവാട്ട് എന്നുള്ള രീതിയിലുള്ള ചെറുകിട പ്രോജക്റ്റുകൾ പോലും, അതാണ് നയമെന്ന് പറഞ്ഞ് മാറ്റിയിട്ട് പോലും അത് ചെയ്തിട്ടില്ല. 2200 മെഗാവാട്ട് ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കും എന്ന് ഇവിടെ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 1000 മെഗാവാട്ട് പോലും 24 മണിക്കൂറും 365 ദിവസവും വെള്ളം സ്റ്റോർ ചെയ്തിട്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള സൗകര്യമില്ല. വെറുതെ ഇപ്പം ഞാൻ ഒരു കൊല്ലം കമ്മീഷൻ ചെയ്തിട്ടുള്ള 2 പവർ പ്രോജക്റ്റാണ് തൊട്ടിയാർ 40 മെഗാവാട്ടും പള്ളിവാസൽ എക്സ്റ്റൻഷൻ സ്കീമുകളും 100 മെഗാവാട്ട്. ഇതിപ്പം ഈ 3 മാസം മഴ പെയ്യുന്ന സമയത്ത് 3 മാസം ഓടുന്നു എന്നുള്ളതല്ലാതെ എന്തിനാണ് തൊട്ടിയാർ പ്രോജക്റ്റ് ഇത് ചോദ്യം ചോദിക്കുന്നതിനായിട്ട് പലപ്പോഴും ഇത് വളരെ സാങ്കേതികവിദ്യ കൂടിയതായതുകൊണ്ട് തൊട്ടിയാർ പവർ പ്രോജക്റ്റിൻ്റെ വാളറ എന്ന് പറയുന്ന റിസർവോയറിനകത്തുള്ള വെള്ളം 8 മണിക്കൂർ 10 മണിക്കൂർ മാത്രമേ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് എത്രയോ കോടി രൂപ അവിടെ മുടക്കിയിരിക്കുകയാണ്. ഞാൻ എൻ്റെ വലിയ മിടുക്കാന്നല്ല, നമ്മൾ കോമൺ സെൻസിക്കലായിട്ട് ചോദിക്കും, ഇത്രയും വെള്ളം വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഈ തൊട്ടിയാർ പവർ പ്രോജക്റ്റ് ഓടിക്കുന്നത്? അതുകൊണ്ട് അതിന് മുകളിൽ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റോറേജ് കൂടെ വേണ്ടേ? എന്തുകൊണ്ട് നിങ്ങൾ പമ്പ്ഡ് സ്റ്റോറേജ് ഉണ്ടാക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോഴാണ് ഉദ്യോഗസ്ഥർ, എന്ന് വെച്ചാൽ ഒരു നിസ്സംഗതയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം സെക്യൂർഡാക്കി. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ പോലെയാണ്. അവിടെ വരുന്ന ഡീലക്സും ഫാസ്റ്റ് പാസഞ്ചറും എക്സ്പ്രസ്സും എല്ലാ ബസ്സും എനിക്ക് വേണ്ടി നിർത്തണം. ഞാൻ വണ്ടിയിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഡെസ്റ്റിനേഷനിലേ നിർത്താവുള്ളൂ. അപ്പോൾ ഒരു ഉത്തരവാദിത്വമില്ലാതെ കാലാകാലങ്ങളായിട്ട് ഭരണാധികാരികളെ കബളിപ്പിച്ചിട്ടാണ് KSEB മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 4 രൂപ 29 പൈസയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അത് ശരിവയ്ക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് റദ്ദാക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ കരാർ 465 മെഗാവാട്ടിൻ്റെ. അപ്പോഴും KSEB ശക്തമായിട്ടൊരു നിലപാടെടുത്തിരുന്നെങ്കിൽ അതുണ്ടാകത്തില്ല. KSEBയിലും ഇന്ന് അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തു. ഇതിനേക്കാളും വില കുറഞ്ഞ് വൈദ്യുതി കിട്ടും. അതിൻ്റെയൊക്കെയാണ് അനുഭവിക്കുന്നത്. പവർ കട്ട് ഈ 13,000 കോടി രൂപയുടെ പർച്ചേസാണ് നമ്മൾ നടത്തുന്നത്. ഈ പർച്ചേസിനകത്ത് വളരെ താല്പര്യമുള്ളൊരു വലിയ വിഭാഗം ആൾക്കാർ അവിടെ ഉണ്ട്. 8,000 കോടിയിൽ നിന്ന് 13,000 കോടി രൂപയായിട്ട് ഉയർന്നത് എങ്ങനെയാണ് എന്നുള്ളത്, അത് എങ്ങനെ നമുക്ക് 5,000 കോടിക്ക് താഴെ കൊണ്ടുവരാം, ഇൻ്റർണൽ ജനറേഷൻ കൂട്ടാം എന്നുള്ള കാര്യത്തിൽ ഇനി പുതുതായിട്ട് വരുന്ന ഗവൺമെൻറ് വിശദമായിട്ട് പഠിക്കുകയും അതിനനുസരിച്ചൊരു നയം രൂപീകരിച്ചില്ലെങ്കിൽ കേരളം വലിയ വില കൊടുക്കേണ്ടി വരും. റൈറ്റ്. ഈ കാര്യത്തിൽ പക്ഷേ സ്വാഭാവികമായും കേരളത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, താങ്കളുടെ വിമർശനത്തിൽ ഞാനത് കണ്ടു. ഒന്ന്, ആണവ നിലയവുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകളെ ആദ്യഘട്ടത്തിൽ തന്നെ കേരളം ചെറുത്തു തോൽപ്പിച്ചു. ഇവിടെ പരിസ്ഥിതി പ്രശ്നം ഒക്കെ പറഞ്ഞിട്ടാണ് അതിനെ ചെറുത്തു തോൽപ്പിക്കുന്നത്. വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾക്കും ഇതേ പ്രശ്നം തന്നെ നിലനിൽക്കുകയാണ് കേരളത്തിൽ. അപ്പോൾ ആ നിലയ്ക്ക് ഈ പവർ ജനറേറ്റ് ചെയ്യാവുന്ന അത്തരം സാധ്യതകളോടെല്ലാം മുഖം തിരിഞ്ഞു നിൽക്കുന്നു. പകരം നമ്മൾ ആലോചിക്കുന്നത് ഇപ്പോൾ സോളാർ പ്രോജക്റ്റിനെ
ഹൈഡ്രോജനെ പറ്റിയോ അല്ലെങ്കിൽ വിൻഡ് എനർജിയെ പറ്റിയോ ഒക്കെ ചർച്ച ചെയ്യുന്നു എന്നുള്ളതൊഴിച്ചാൽ അതിനപ്പുറത്ത് പ്രായോഗിക തലത്തിൽ അത് നടപ്പാക്കുന്ന കാര്യത്തിൽ എത്രത്തോളം നമുക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള സംശയവും നിലനിൽക്കുന്നു. അപ്പോൾ ഈ യാഥാർത്ഥ്യബോധമില്ലാതെയാണ് നമ്മൾ നമ്മുടെ ഈ വൈദ്യുതി ആവശ്യത്തെ അല്ലെങ്കിൽ ഊർജ ആവശ്യത്തെ കാണുന്നത്, അതിനെ സമീപിക്കുന്നത് എന്നുള്ള പ്രശ്നമുണ്ടല്ലേ? KSEB ഒരു കുത്തകയായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം KSEBക്ക് ഒരു പ്രതിബദ്ധത ഉണ്ടാകണം. ജനങ്ങൾക്ക് ഏറ്റവും ചീപ്പായിട്ടുള്ള പവർ ജനങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ഇൻഡസ്ട്രീസിന് കൊടുക്കണമെന്ന് പറയുന്നതാണ്. EMSൻ്റെ കാലത്ത്, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാലത്ത് തന്നെ ഇവിടെ മാവൂരിലും അതുപോലെ തന്നെ സോമാനീസും ബിർലാസും അതുപോലുള്ള ടാറ്റാസും ഒക്കെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള, അപ്പം ചീപ്പ് പവറായിരുന്നു അന്നത്തെ അട്രാക്ഷൻ. ഇന്ന് നമുക്ക് ചീപ്പ് പവർ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. പക്ഷേ ഹൈഡൽ പ്രോജക്റ്റ് വേണമെന്ന് എനിക്ക് യാതൊരു അഭിപ്രായമുള്ള ഒരാളാണ്. ഞാൻ സ്ഥിരമായിട്ട് വനത്തിൽ പോകുന്ന ഒരാളാണ്. വനത്തിലെ മരങ്ങളൊന്നും മുങ്ങിപ്പോകരുതെന്നുള്ളതാണ്. പക്ഷേ നമുക്ക് എന്തെല്ലാം ഓൾട്ടർനേറ്റീവ് ഉണ്ടെന്ന് നോക്കും. ബാറ്ററി സ്റ്റോറേജ്, ഞങ്ങളൊരു പവർ വിഷൻ 2030 എന്ന് പറഞ്ഞ് 10,000 മെഗാവാട്ട് ആഭ്യന്തര പ്രൊഡക്ഷനോ സ്റ്റോറേജോ ഉണ്ടാക്കുന്ന ഒരു ഡോക്യുമെൻ്റ്, കോർപ്പറേറ്റ് പ്ലാൻ ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് പറയുന്ന ഒരു 4000 മെഗാവാട്ടെങ്കിലും ബാറ്ററി സ്റ്റോറേജ് വേണം. അതുപോലെ നമ്മുടെ ഈ എല്ലാ ഡാമുകൾക്കും പമ്പ്ഡ് സ്റ്റോറേജ് ആക്കാനുള്ള സാധ്യതകളുണ്ട്. അതായത് വെള്ളം, താഴേക്ക് വരുന്ന വെള്ളം പകൽ സമയത്ത് 1 രൂപ 2 രൂപ വൈദ്യുതി ഉപയോഗിച്ച് തിരിച്ച് പമ്പ് ചെയ്ത് അകത്തേക്ക് കയറ്റുമ്പോൾ വൈകുന്നേരം 8 രൂപ 10 രൂപയ്ക്ക് പവർ വാങ്ങിക്കുന്ന സമയത്ത് അവിടെ വെച്ച് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു പമ്പ്ഡ് സ്റ്റോറേജിന് ഞങ്ങൾ ഏതാണ്ട് ഒരു 1500-2000 മെഗാവാട്ടിനുള്ള സാധ്യതയാണ് അതിനകത്ത് കണ്ടതെന്നാണ് എൻ്റെ ഓർമ്മ. അതുപോലെ തന്നെ ഈ ആണവ നിലയത്തിനെ പറ്റി ഇത്രയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ലോകത്ത് ജർമ്മനി ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളിലും കൂടുതൽ ആണവ നിലയങ്ങൾ വരിക എന്ന് മാത്രമല്ല, അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ പ്രൈവറ്റൈസ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയിൽ അത് പ്രൈവറ്റൈസ് ചെയ്തുകൊണ്ട് അതിനെപ്പറ്റി തെറ്റിദ്ധാരണയൊന്നും വേണ്ട. അത് പ്രൈവറ്റൈസ് ചെയ്യുമ്പോൾ അതിനകത്ത് 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, മുതൽ മുടക്കുന്ന പ്രൈവറ്റ് കമ്പനിയാണ്. പക്ഷേ നിർമ്മിക്കുന്നത് ബാർക്ക് പോലെയുള്ള അറ്റോമിക് എനർജിയുടെ കീഴിലുള്ള ന്യൂക്ലിയർ പവർ കോർപ്പറേഷനെ പോലുള്ള അതിനുവേണ്ടിയുള്ള NTPC അവരൊക്കെയാണ് നിർമ്മിക്കുന്നത്. ഓപ്പറേറ്റ് ചെയ്യുന്നതും ഗവൺമെൻറ് തന്നെയാണ്. പക്ഷേ ഈ വൈദ്യുതി മുതൽ മുടക്ക് നടത്തുന്ന പ്രൈവറ്റ് കമ്പനിക്ക് വിറ്റ് കാശാക്കാം. അങ്ങനെ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്കവർ ചെയ്യാം. 45 കൊല്ലമായിട്ട് ഇപ്പോൾ കൽപ്പാക്കത്ത് നമ്മുടെ ഏറ്റവും അധികം നന്നായിട്ട് കേരളത്തിലുള്ള നമ്മുടെ കരിമണൽ അത് ഉപയോഗിച്ചിട്ടുള്ള സ്റ്റേജ് 3 ഉള്ള കൽപ്പാക്കത്തെ ബ്രീഡർ റിയാക്ടേഴ്സ് കൊണ്ടുവന്നിട്ടുള്ളത് എൻ്റെ സീനിയറായിട്ട് പഠിച്ചിട്ടുള്ള സുരേഷും മറ്റുമൊക്കെയാണ് അതിൻ്റെ ഡയറക്ടറായിട്ടിരിക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും അതിൻ്റെ കൺസൾട്ടൻറ്റും മറ്റുമൊക്കെയാണ്. അദ്ദേഹമൊക്കെ ഇവിടെ വന്ന് ക്ലാസ് എടുത്താണ്, ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് ക്ലാസ് എടുത്താണ്. ജനങ്ങൾക്ക് ദയവ് ചെയ്ത് മനസ്സിലാക്കുക, നമുക്ക് പവർ എന്ന് പറയുന്നത്, ഞാൻ KSEB ചെയർമാൻ ആകുന്നതാണ് ആദ്യം എടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ സേവ് എനർജി എന്ന് പറയുന്നത് KSEB അല്ല. KSEB പവർ വിറ്റിട്ട് ജീവിക്കുന്ന ഒരാളാണ്. നാളെ ബ്യൂറേസ് കോർപ്പറേഷൻ്റെ ഫ്രണ്ടിൽ ഒരു ബോർഡ് എഴുതി വയ്ക്കുകയാണ്, നിങ്ങളാരും മദ്യപിക്കരുത്, നിങ്ങൾ മദ്യപിച്ചാൽ നിങ്ങളുടെ കറണ്ട് പോകും, ബ്യൂറേസ് കോർപ്പറേഷൻ്റെ സെയിൽ പോകും. അപ്പോൾ ആ ജോലി ചെയ്യുന്നവർ അതല്ല പറയേണ്ടത്, അത് ഗവൺമെൻറ്റിൻ്റെ ജോലിയാണ് സേവ് എനർജി എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എനർജി ഉൽപ്പാദിപ്പിക്കാൻ അനവധി മാർഗ്ഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഹൈഡൽ പ്രോജക്റ്റ് ആയിരിക്കും. റൈറ്റ്. മറ്റു സാധ്യതകൾ കൂടി പ്രയോജനപ്പെടുത്തുക എന്നതിലേക്ക് പക്ഷേ പോകുന്നില്ല എന്ന്. മറ്റൊരു കാര്യം, ഈ കുറേ പരിമിതമായ സമയത്തിനുള്ളിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുള്ളത് കൊണ്ട് കുറേ ആരോപണങ്ങളും ഒക്കെ താങ്കളുടെ പുസ്തകത്തിലൂടെയും അല്ലാതെയും ഒക്കെ താങ്കൾ ഉന്നയിച്ചു ഈ അടുത്ത കാലത്ത്. പ്രത്യേകിച്ച് ഈ 230 കോടിയുടെ റോഡ് കരാറിൽ 65 കോടിയുടെ അവിഹിത ലാഭം ഉണ്ടാക്കാൻ വ്യവസ്ഥകളിൽ മാറ്റം വരുത്തിയത് കണ്ടെത്തിയതിന് പിന്നാലെ താങ്കളെ മാറ്റി എന്നതടക്കമുള്ള ആരോപണം നിലനിൽക്കുന്നു. ഇത്തരം സാഹചര്യമൊക്കെ ഉള്ളപ്പോൾ ഇപ്പോൾ നമുക്ക് മുമ്പ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ ഇത്തരം സാഹചര്യങ്ങൾ തുറന്നു പറയുന്ന സാഹചര്യം ഇത്രയും ഈ മട്ടിൽ തെളിവടക്കം തുറന്നു പറയുന്ന സാഹചര്യം പരിമിതമായിട്ടേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് ഏത് കാലത്തായാലും അത്തരത്തിൽ അവിഹിത ലാഭം ഉണ്ടാക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതല്ലേ? ആ നിലയ്ക്ക് എന്ത് നടപടികളിലേക്കാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോകാൻ കഴിയുക? ഞാൻ 2 ഉദാഹരണം പറയാം. ഒന്ന്, ഹൈക്കോടതിയുടെ തൂണുകൾ ഉപ്പുവെള്ളം ചേർത്ത് സിമെൻറ്റ് കുഴച്ചത് കാരണം ആ കമ്പി അതിനകത്തിരുന്ന് തുരുമ്പിച്ച് വീർത്ത് ഹൈക്കോടതി ബിൽഡിങ് തന്നെ താഴെ പോകുന്ന സമയത്താണ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് എന്നെ വിളിച്ചിട്ട് PWD സെക്രട്ടറി ആയിട്ട് ഇരുന്ന കുറഞ്ഞ കാലത്തിനുള്ളിലാണ് ഇത് റിപ്പയർ ചെയ്യണമെന്ന്. ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ ജഡ്ജിമാരെയൊക്കെ ആണെന്നുണ്ട്, പ്രത്യേകിച്ച് കേരള ഹൈക്കോടതിയിലെ ജഡ്ജിമാരെയൊക്കെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്നതാണ്. എന്തുകൊണ്ട് ഹൈക്കോടതി അന്നേരം തന്നെ ഒരു ഉത്തരവിട്ടില്ല? ഈ വെള്ളം കുഴച്ച് വെച്ചത് ആരാണ്? ആ കോൺട്രാക്ടർ ആരാണ്? അതിന് സൂപ്പർവൈസ് ചെയ്തിട്ടുള്ള എൻജിനീയർ ആരാണ്?
അവരെ എന്തുകൊണ്ട് ഹൈക്കോടതിക്ക് കാരാഗ്രഹത്തിൽ അടയ്ക്കാൻ പറ്റിയില്ല? അപ്പോൾ ഹൈക്കോടതി പോലും ചോദിച്ചിട്ടില്ല. ഞാൻ എന്ത് പറയാനാണ്? രണ്ടാമത്തെ കാര്യം, ജി സുധാകരൻ്റെ കാലത്താണ് 65 കോടി രൂപയുടെ ഇത് പറയുന്നത്. അദ്ദേഹം അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. കാരണം ഇത് ചെയ്തിരിക്കുന്ന ഒരു വളരെ നൊട്ടോറിയസ് ആയിട്ടുള്ളൊരു ചീഫ് എഞ്ചിനീയറാണ്. അദ്ദേഹത്തിനെ പറ്റി എനിക്ക് വളരെ നല്ല ധാരണയുള്ളതാണ്. ഇദ്ദേഹത്തിനെ ഇലക്ഷൻ സമയത്ത് ഞാൻ അറസ്റ്റ് ചെയ്യാനായിട്ട്, കാരണം വെച്ചാൽ അദ്ദേഹത്തിന് അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റമാണ്. അദ്ദേഹം കളക്ടർ ചോദിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് തന്നില്ല. അറസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ പോലീസിനെ വിട്ടു കഴിഞ്ഞപ്പോൾ അന്നത്തെ PWD സെക്രട്ടറി വേണ്ട ഇപ്പോൾ അയാൾ തരും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അഹങ്കാരികളായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ ഇരുന്ന് പൈസ അടിച്ചു മാറ്റുന്നത് രാഷ്ട്രീയ നേതൃത്വം പോലും അറിയുന്നില്ല ഒരു സൈഡ്. എന്നാൽ മിടുക്കന്മാരായിട്ടുള്ള അല്ലെങ്കിൽ അഴിമതിക്കാരായിട്ടുള്ള രാഷ്ട്രീയക്കാർ ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ ആയിരിക്കും. നിങ്ങളിപ്പോൾ പുതിയ ഗവൺമെൻറ് വരാൻ പോകാമെന്നല്ല, നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ ഒരു പത്രമാധ്യമത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഏതൊക്കെ അഴിമതിക്കാരെ എവിടൊക്കെ വെച്ചു എന്ന് നിങ്ങൾ ഈ പുതിയ ഗവൺമെൻറ് വരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കും. അഴിമതിക്കാരല്ലാത്ത ഉദ്യോഗസ്ഥരെ എവിടെ വെച്ചു? ഇത് നിങ്ങളൊന്ന് സർവേ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ജനങ്ങളെ അറിയിക്കുക. തിരുവനന്തപുരത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. തിരുവനന്തപുരത്തെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, തിരുവനന്തപുരത്തെ ട്രിവാൻഡ്രം കോർപ്പറേഷനിലെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഒരു സംഘടനയുടെ ഭാരവാഹി ആകാൻ വേണ്ടി, അതിൻ്റെ ഗവർണർ ആകാൻ വേണ്ടി അതിൻ്റെ മെമ്പർമാർക്കെല്ലാം 10-17,000 രൂപ പവൻ ഉണ്ടായിരുന്ന സമയത്ത് ഓരോ പവനാണ് ഇവിടെ തിരുവനന്തപുരത്ത് കൊടുത്തത്. ഇതൊക്കെയെല്ലാം തിരുവനന്തപുരത്തെ ഉപജാപകതകളെല്ലാം ഇവിടെ എല്ലാം പരസ്യമാണ്. എത്ര പത്രപ്രവർത്തകർ ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ അഴിമതിക്ക് നമ്മൾ കൂട്ടുനിന്നാൽ പറ്റില്ല. നമ്മൾ പറയല്ലോ അഴിമതി ഒന്നും നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഒന്നും മായ്ച്ചിക്കാൻ പറ്റില്ല. പക്ഷേ ഇത്ര വ്യാപകമായ അഴിമതി നടത്തുകയും അതെല്ലാം ജനനന്മയ്ക്ക് വേണ്ടിയാണെന്നുള്ളൊരു നറേറ്റീവാണ്. കിഫ്ബിയിൽ നിന്ന് 70,000 കോടി എടുക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് 35,000 കോടി രൂപയും അതിനകത്ത് ചെലവഴിക്കപ്പെടുന്നില്ല. അത് കിഫ്ബി ആയതുകൊണ്ടാണ്. PWD ആണെങ്കിൽ അത് ചിലപ്പോൾ 70,000 കോടി PWD ചെയ്യുകയാണെങ്കിൽ 20,000 കോടി രൂപ പോലും ചെലവഴിക്കപ്പെടുന്നില്ല. നിങ്ങൾ നോക്ക്, നിയമസഭയുടെ മുകളിൽ ഒരു തൊപ്പി വയ്ക്കാനുള്ള CHൻ്റെ തൊപ്പി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തെ പ്രചാരമായിട്ടുള്ളൊരു കഥയാണ്. എന്താണ്? ഒരു ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ അത് പണിതതിന് ശേഷം നിയമസഭാ സാമാജികരകത്തിരിക്കുമ്പം മഴവെള്ളം അതിനകത്ത് വീഴുമ്പോഴാണ് അതിൻ്റെ മേളിൽ കൊണ്ടുവന്ന്. എന്നിട്ട് ആ ചീഫ് എഞ്ചിനീയറെ സസ്പെൻഡ് ചെയ്തോ? നിങ്ങൾ ചോദിച്ചോ? പത്രക്കാരായിരിക്കും ചോദിച്ചോ? അപ്പോൾ അതേസമയം എന്നെപ്പോലുള്ള എത്രയോ ഉദ്യോഗസ്ഥർ കാണുന്നുണ്ടെങ്കിൽ എത്രയോ വിജിലൻസ് കേസുകളാണ് ഞങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. ഇതാണ് ഞാൻ ചോദിച്ചിരിക്കുന്നത്. റൈറ്റ്. അങ്ങനെ നോക്കിയാൽ യഥാർത്ഥത്തിൽ കേരളം താരതമ്യേന ഇതര സംസ്ഥാനങ്ങളുമായി നമ്മൾ താരതമ്യം ചെയ്യുമ്പം അഴിമതി കുറഞ്ഞ സംസ്ഥാനമാണ്. അത് മറ്റ് പാരാമീറ്റേഴ്സ് വെച്ച് നോക്കുമ്പോഴും ആ നിലയ്ക്ക് നോക്കുമ്പോഴും ഒക്കെ കേരളം താരതമ്യേന മെച്ചപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയുണ്ട്. പക്ഷേ എന്നിട്ടും ഇവിടെ അഴിമതിക്കാരായ വലിയ രീതിയിൽ സിസ്റ്റത്തിൽ കൊള്ളയടിക്കുന്ന ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണല്ലോ താങ്കൾ ആരോപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൽ രാഷ്ട്രീയക്കാരാണോ കൂടുതൽ, ഉദ്യോഗസ്ഥരാണോ കൂടുതൽ? നമ്മുടെ സ്റ്റാൻഡേർഡ് നമ്മളാണ് സെറ്റ് ചെയ്യേണ്ടത്. കേരള യൂണിവേഴ്സിറ്റിയിൽ ഐൻസ്റ്റീനെ കൊണ്ടുവരാനായിട്ട് തിരുവിതാംകൂർ രാജകുടുംബാംഗം ശ്രമിച്ചിട്ടുള്ളതാണ്. എന്ന് വെച്ചാൽ ലോകോത്തരമായിട്ടുള്ളൊരു വിദ്യാഭ്യാസം ഉണ്ടാകണം. അതിനുശേഷം വന്ന ഒരു വൈസ് ചാൻസലർ നമ്മുടെ ഗവർണർക്ക് എഴുതിയ ലീവ് ലെറ്റർ ഇത് കണ്ടതാണല്ലോ. അദ്ദേഹം വൈസ് ചാൻസലറായിട്ട് ഇടിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ഇയാളാണ് വൈസ് ചാൻസലറായിട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള വൈസ് ചാൻസലറാണ് കേരളത്തിലെ 20 യൂണിവേഴ്സിറ്റികളാണ് നമ്മൾ ഭരിക്കുന്നത്, രാഷ്ട്രീയക്കാരായിട്ടുള്ളത്. നമ്മൾ മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുമായിട്ടല്ല നമ്മൾ താരതമ്യപ്പെടുത്തേണ്ടത്. ഇവിടെ സാമൂഹ്യ റിഫോമേഴ്സായിട്ടുള്ള അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും മന്നത്ത് പത്മനാഭനും ചട്ടമ്പി സ്വാമികളും തുടങ്ങിയിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. പണ്ട് ഇതൊക്കെ ഈ അടുത്ത കാലത്താണ് അന്യ സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. പണ്ട് നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റം ആ കാലത്തൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഹെൽത്ത് സിസ്റ്റമല്ല, ഹെൽത്ത് ഇൻഡിസസ്, അതായത് IMR ആയാലും MMR ആയാലും അതുപോലെ തന്നെ ഉള്ള പല കാര്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തുല്യമാണ് എന്ന് പറയുന്നത്. അത് ഗവൺമെൻറ്റിൻ്റെ നേട്ടമൊന്നുമല്ല, അതെല്ലാം പ്രൈവറ്റിൽ ആളുകൾ പോയി ആരോഗ്യത്തെപ്പറ്റി ബോധമുള്ളത് കൊണ്ട് വരുന്നതാണ്. അപ്പം നമ്മളെപ്പോഴും കമ്പയർ ചെയ്യേണ്ടത് നല്ല രീതിയിലുള്ള സ്വീഡനോ സ്വിറ്റ്സർലൻഡോ അല്ലെങ്കിൽ അതുപോലെ ഫിൻലൻഡോ അതുപോലുള്ള ബെൽജിയമോ അതുപോലുള്ള രാജ്യങ്ങളിലെ ഇൻഡിസസുമായിട്ടാണ്. കാരണം കേരളത്തിലെ നല്ല വിഭാഗം ആൾക്കാർ ലോകം കണ്ടിട്ടുള്ള ആൾക്കാരാണ്. അല്ലാതെ ഉത്തരേന്ത്യയിൽ വിവരമില്ലാതാണെന്നുണ്ടെങ്കിൽ ചാണകവും മൂത്രവും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കഴിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരുമായിട്ടല്ല നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ലോകമായിട്ടാണ്. അതിനുള്ള സ്റ്റാൻഡേർഡുണ്ട്. ദിസ് ഈസ് ഗോഡ്സ് ഓൺ കൺട്രി. അതുകൊണ്ട് നമ്മൾ ആ സ്റ്റാൻഡേർഡുമായിട്ട് മാത്രമേ നമ്മൾ കമ്പയർ ചെയ്യാവുള്ളൂ.
ആ നിലയ്ക്ക് അഭിമാനബോധത്തോടെ തന്നെ നിന്നുകൊണ്ട് നമ്മുടെ നിലവിലുള്ള കുഴപ്പങ്ങളെ തിരുത്താനുള്ള ഒരു ശ്രമം അത് നടത്തണം എന്ന് താങ്കൾ പറയുന്നതിനെ ആ നിലയ്ക്ക് തന്നെ ഉൾക്കൊള്ളുകയാണ്. പക്ഷേ ഒരു പ്രശ്നം, ഈ നേരത്തെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരായിരുന്ന പലരും സർവീസിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമോ ചിലരൊക്കെ സർവീസിനുള്ളിൽ നിന്നോ ഒക്കെ ശക്തമായ വിമർശനങ്ങളും രൂക്ഷമായ ഭാഷയിലുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങളും ഒക്കെ നടത്തി കാണാറുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് അൽഫോൺസ് കണ്ണന്താനം മുതൽ ഇങ്ങോട്ട് ശ്രീലേഖ വരെയുള്ള ആളുകളെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഉയരുന്ന സംശയം, എന്തായിരിക്കും ഇനി ആ നിലയ്ക്കുള്ള ലക്ഷ്യം? എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ഈ നിലയ്ക്കുള്ള വിമർശനങ്ങളെല്ലാം ഉന്നയിക്കുന്നത് എന്നതുകൂടിയാണ്. ആ കാര്യത്തിൽ എന്താണ് ബിജു പ്രഭാകർ പറയാനുള്ളത്? ഞാൻ പല വേദികളിലും ഇന്നലെ ഞാൻ എൻ്റെ ബുക്കിൻ്റെ റിലീസ് സമയത്തും പറഞ്ഞു, 2011-ലും 2016-ലും എന്നെ MLA ആക്കാനും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2026 ശ്രീ രമേശ് ചെന്നിത്തലയുടെ അടുത്ത് ചോദിച്ചു നോക്ക്, അദ്ദേഹം ചോദിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു നോക്ക്. എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ അച്ഛൻ്റെ കൂടെ സഹപ്രവർത്തകനായിരുന്നു. അദ്ദേഹം പറയുന്നത് നിങ്ങളെപ്പോലുള്ളവർ രാഷ്ട്രീയത്തിലേക്ക് വരണം, നമുക്ക് ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തണം എന്ന് പറഞ്ഞു. ഞാൻ ഇപ്രാവശ്യവും ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ച് കമ്മിറ്റ്മെൻറ്റ് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. സ്റ്റാർട്ടപ്പുകൾ 2 ഞാൻ എന്നെ വിശ്വസിച്ച് ചെറുപ്പക്കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇമ്മീഡിയറ്റായിട്ട് രാഷ്ട്രീയത്തിലോട്ട് വരാനായിട്ട് താല്പര്യമില്ല, എനിക്കൊരു സാഹചര്യമില്ല. രണ്ടാമത് ശ്രീ KC വേണുഗോപാലിൻ്റെ അടുത്ത് ചോദിച്ചാട്ടെ, 2019-ലും 2024-ലും ആലപ്പുഴ അദ്ദേഹം മത്സരിക്കാനായിട്ട് താല്പര്യപ്പെട്ടില്ല, നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ നിർത്താം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, നമുക്ക് 2029 വരുന്നുണ്ട്, നമുക്കതിനെപ്പറ്റി ആലോചിക്കാം. അന്ന് അദ്ദേഹം ചോദിക്കുമെന്നോ ഞാൻ അന്നേരം തയ്യാറാകുമെന്നോ ഒന്നും ഇന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൽ പോകാനായിരുന്നു. ഇപ്പം 2026 ഇപ്പം തന്നെ ഇന്നലത്തെ എക്സിറ്റ് പോൾ റിസൾട്ട്സ് വരുമ്പോൾ ഇത് മനസ്സിലാക്കാത്ത ഒരാളൊന്നും അല്ലല്ലോ. അപ്പോൾ ഒരു MLA ആകണമെന്നുണ്ടെങ്കിൽ 2026 ഈ ഇലക്ഷന് ഞാൻ കായംകുളത്ത് നിന്നാൽ പോരായിരുന്നോ? അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒന്നുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നത്ര കോൺഗ്രസ് പാർട്ടിയായിട്ട് അലൈൻഡാണ്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ അച്ഛനും ഒക്കെ കൂടെ ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അതിനകത്തൊന്നും എനിക്ക് കോൺഗ്രസിൻ്റെ ഐഡിയോളജിയിൽ നിന്നൊന്നും മാറ്റമൊന്നുമില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മേയർ, ഞാൻ ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയക്കാരൻ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് തന്നെ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അടുത്തുള്ളൊരു ബഹുമാനം, അദ്ദേഹത്തിൻ്റെ ചേംബറിൽ ഞാൻ അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞു. അതിനു മുമ്പ് എന്നെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഈ ഇലക്ഷൻ സമയത്ത് ദാറ്റ് വിൽ സെൻഡ് സം റോങ് സിഗ്നൽസ്. അദ്ദേഹം ചോദിച്ചത് ആമിഴഞ്ചാൻ തോട്, ഞാൻ ഓപ്പറേഷൻ അനന്ത എന്ന് പറഞ്ഞ് ചെയ്തിട്ടുള്ളതാണ്. ഇതിനകത്ത് അമേദ്യം ഇത് മാറ്റണമല്ലോ, ഇത്രയും ചീത്ത വെള്ളം മാറ്റാൻ എന്താ മാർഗം എന്ന് ചോദിക്കുമ്പോൾ തിരുവനന്തപുരത്ത് ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ നേതാവ് ചോദിക്കുന്നത്. അപ്പം ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, അദ്ദേഹം അഡ്വൈസ് ചോദിച്ചാൽ ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കും. ഇപ്പം നാളെ വരുന്ന മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാരോ ഉദ്യോഗസ്ഥരോ എൻ്റെ അടുത്ത് അഡ്വൈസ് ചോദിച്ചാൽ ഞാൻ ഫ്രീ ആയിട്ട് ചോദിക്കും. എന്നാൽ ഇത് ആമേഴഞ്ചാം തോടിനകത്തോട് ഇത് ചെയ്യണമെന്ന് പറഞ്ഞൊരു DPR ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഞാൻ അന്നേരം എൻ്റെ കൺസൾട്ടൻസി ഫീ ചാർജ് ചെയ്യും. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് എൻ്റെ സൂപ്പർവിഷൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം വെച്ചാൽ എന്നെ ഞാൻ കാണുന്നത് ഞാൻ നല്ല രീതിയിലുള്ള ഒരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്ററായിട്ടാണ്. കൃഷ്ണൻകുട്ടി മിനിസ്റ്റർ അടുത്ത് ചോദിച്ചാൽ അറിയാം, തൊട്ടിയാർ 17 കൊല്ലമായിട്ട് കിടന്ന തൊട്ടിയാർ പ്രോജക്റ്റ് കഴിഞ്ഞ 2024 ഒക്ടോബറിലും പള്ളിവാസൽ എക്സ്റ്റൻഷൻ സ്കീം 60 മെഗാവാട്ട് 2025 ജനുവരിയിലും അതും ഏതാണ്ട് 15 കൊല്ലമായിട്ട് ഇഴഞ്ഞു കിടന്നതാണ്. ഇത് രണ്ടും ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തു. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇംപ്ലിമെൻറ്റേഷൻ ചാർജ് സ്വീകരിക്കും. ഇനി നാളെ ഒരു സമയത്ത് ഗവൺമെൻറ് വരണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ അനുഭവിക്കുന്ന മനസ്സമാധാനമൊക്കെ പോകും. അതുകൊണ്ട് ഗവൺമെൻറ്റിൽ പോലും എനിക്ക് ഈ വരുന്ന ഗവൺമെൻറ്റിൽ പോലും ജോയിൻ ചെയ്യണമെന്ന് എനിക്ക് യാതൊരു താല്പര്യവുമില്ല. പക്ഷെ അവരാരും ഏത് പാർട്ടിക്കാരും ഇപ്പം നാളെ CPM വന്ന് അവർക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു വിഷൻ ഡോക്യുമെൻ്റ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞാലും ഞാനൊരു കൺസൾട്ടൻസി ഫീസ് ചാർജ് ചെയ്തിട്ട് അത് ചെയ്തു കൊടുക്കും. ദാറ്റ്സ് മൈ ജോബ്. വ്യക്തമാണ്. വേറൊരു കാര്യം, ഈ ഉദ്യോഗത്തിലിരിക്കുമ്പോൾ, സർവീസിലിരിക്കുമ്പോൾ ഈ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നതിന് ചില പരിമിതികളുണ്ടല്ലോ. പക്ഷേ ഇപ്പോൾ ഞാൻ താങ്കളുടെ പുസ്തക പ്രകാശന ചടങ്ങിൽ കണ്ടു പ്രശാന്ത് IAS-നെ. ഒപ്പം ഇന്നലെ B. അശോക് IAS സസ്പെൻഷനിലായിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ നടത്തുന്ന ചില രീതിയുണ്ടല്ലോ, സർക്കാരുമായി ഇവർ മുന്നോട്ട് പോകുന്ന ഒരു രീതി, ആ രീതി എത്രത്തോളം ശരിയാണെന്നാണ് താങ്കൾ കരുതുന്നത്? ആ രീതിയിൽ പോയാൽ ഈ സിസ്റ്റം ഇപ്പം 3 വർഷമോ 4 വർഷമോ ഒക്കെ സർവീസിൽ, അതായത് ശമ്പളം വാങ്ങാം എന്നുള്ളത് ഒഴിച്ചാൽ എന്തെങ്കിലും ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരവസ്ഥയിൽ കുടുങ്ങിപ്പോകുന്നത് ഒരു ശരിയായ രീതിയാണോ? അവർക്ക് ഞാൻ അതിനെപ്പറ്റി എന്താ പറയുന്നത്, അങ്ങനെ അവർ ചെയ്തത് കൊണ്ട് അവർ സസ്പെൻഷനിൽ പോകുമ്പോൾ ഈ 2 നല്ല ഉദ്യോഗസ്ഥർ തന്നെയാണ്. എനിക്ക് ബഹുമാനമുള്ള ഉദ്യോഗസ്ഥരാണ്. ഞാൻ ഇന്നലെ പ്രശാന്തിനെ വിളിച്ചത്, ഞാൻ അവിടെ പറഞ്ഞതുപോലെ ഞാനും പ്രശാന്തും കൂടെ ബാംഗ്ലൂരിൽ ചെല്ലുമ്പോൾ
ഇൻഡിഗോയുടെ ഡ്രസ്സ് ധരിച്ചിട്ടുള്ള ഒരു ആദിവാസി പെൺകുട്ടി, കൊച്ചൊരു പെൺകുട്ടി, അവൾ ഓടി വന്നിട്ടാണെന്നുണ്ടെ പ്രശാന്തിൻ്റെ കാലിൽ തൊട്ടുതൊഴുകയാണ്. ആ പ്രശാന്തിൻ്റെ കാലിൽ തൊട്ടുതൊഴാന്നുള്ള കാര്യം ചോദിച്ചാൽ എനിക്ക് അന്നേരം തന്നെ മനസ്സിലായി, ഉന്നതി എന്ന് പറഞ്ഞ് അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ്. ആ പ്രോജക്റ്റിലൂടെ ആദിവാസി പെൺകുട്ടിയെ വിദ്യാഭ്യാസം കൊടുത്തു, ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിപ്പിച്ചു. കേരളത്തിലല്ല, അന്യനാട്ടിൽ പോലും ഇൻഡിഗോ പോലുള്ള ഒരു പ്രശസ്തമായിട്ടുള്ളൊരു കമ്പനിയുടെ എംപ്ലോയി ആക്കാൻ പറ്റി. ഇവരെ പോലുള്ള 2 ഉദ്യോഗസ്ഥർ ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരായിട്ട് പൊരുതി മാറി നിൽക്കുമ്പോൾ ഇതുപോലുള്ള പാവപ്പെട്ട പെൺകുട്ടികളോ അല്ലെന്നുണ്ടെങ്കിൽ പാവപ്പെട്ട ആൾക്കാർക്ക് ഇവർ ഒത്തിരി സഹായം ചെയ്യുന്ന ആൾക്കാർ, എന്നെക്കാളും ഒരുപക്ഷെ അവർ കൂടുതൽ സഹായം ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അവർ മാറി നിൽക്കുന്നുണ്ട്. ആർക്ക് നഷ്ടം? അവർക്കൊരിക്കലും നഷ്ടമില്ല. അവരുടെ ശമ്പളം ഉൾപ്പെടെയാണെന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവർ വരും, വേണ്ടി വന്നാൽ ചിലപ്പം പലിശയും കൂടെ കിട്ടിയെന്ന് ഇരിക്കും. അതുകൊണ്ട് പിന്നെ അവരുടേതായിട്ടുള്ള ഫ്രീഡം അവർക്ക് ഈ സമയത്ത് കിട്ടുമായിരിക്കും. അതൊന്നും ഒരു ലീവ് പോലെ കണക്കാക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് നഷ്ടപ്പെടുന്നത് ഇവിടുത്തെ പാവപ്പെട്ടവർ. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ 2 എക്സാമ്പിൾ കൂടെ ഞാൻ പറഞ്ഞു. ഒന്ന്, എൻ്റെ അച്ഛൻ ബ്ലേഡുകാരെയെല്ലാം ധനകാര്യമന്ത്രിയായിരുന്ന സമയത്ത് കോപ്പറേറ്റീവ് ബാങ്കിന് വേണ്ടി ബ്ലേഡുകാരെല്ലാം ഒതുക്കാൻ പോയി. അദ്ദേഹത്തിന് 1987 കോൺഗ്രസ് പാർട്ടി സീറ്റ് നിഷേധിച്ചു. അതോടുകൂടിയാണ് എൻ്റെ കുടുംബത്തിലെ തകർച്ച തന്നെ തുടങ്ങി. സാമ്പത്തികമായിട്ട് ഞങ്ങൾ തകർന്നു. അദ്ദേഹം 2000 മരിക്കുന്നതിന് 10 രൂപ പോലും ഞങ്ങളുടെ കയ്യിലില്ലായിരുന്നു. മരുന്ന് പോലും വാങ്ങിച്ചു കൊടുക്കാനായിട്ട് എൻ്റെ ഈ പൈസ ഇല്ല. കാരണം എന്ന് വെച്ചാൽ എനിക്ക് കിട്ടുന്ന 3500 രൂപയാണ് എനിക്ക് അന്ന് ശമ്പളം കിട്ടുന്നത്. രണ്ടാമത്തെ കാര്യം, ഞാൻ സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി ആ എസ്റ്റാബ്ലിഷ്മെൻറ്റുമായിട്ട് 4 കൊല്ലം പൊരുതി. ഈ 4 കൊല്ലം എൻ്റെ വേസ്റ്റ് ആയതല്ലാതെ സർവേ ഡിപ്പാർട്ട്മെൻറ്റ് എന്നെ സർവേയെ പറ്റി ഞാൻ എഴുതിയേക്കുന്ന ഒരു ചാപ്റ്റർ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ഒരു ഉദ്യോഗസ്ഥൻ പറയാണ്, ഞങ്ങൾ വിതച്ചിട്ടുണ്ട്, നിങ്ങളാണ്, റിട്ടയർ ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ പറയാണ്, ഞങ്ങൾ വിതച്ചിട്ടുണ്ട്, നിങ്ങളാണ് കൊയ്യുന്നതെന്ന് ഓർക്കണം. അത്രയ്ക്ക് ഭീകരമായിട്ടുള്ള അഴിമതിയാണ് നടത്തുന്നത്. ആ സംഘടനകളെ വെച്ചിട്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് വൈൻഡപ്പ് ചെയ്യേണ്ട ഡിപ്പാർട്ട്മെൻറ്റ് 4 കൊല്ലം ഞാൻ പൊരുതിയിട്ട് എനിക്ക് മനസ്സമാധാനം കിട്ടിയോ? അവർ നന്നായോ? ആ ഡിപ്പാർട്ട്മെൻറ്റ് നന്നായോ? ആ ഡിപ്പാർട്ട്മെൻറ്റിൽ അഴിമതി കുറഞ്ഞോ? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനെടുത്തൊരു പാത്രം എന്ന് പറഞ്ഞാൽ ഈ അഴിമതി വരുമ്പോൾ ദൂരേന്ന് വരുമ്പോഴേ നമുക്കറിയാം. അപ്പോൾ നമ്മളങ്ങ് മാറും. അല്ലെങ്കിൽ നമ്മൾ വാങ്ങുമെന്നൊക്കെ പറഞ്ഞിട്ട് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലോ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിലോട്ടോ ഫയൽ വിടും. അല്ലാതെ ഇരുന്ന് അഴിമതി പിടിച്ചു കഴിഞ്ഞാൽ അശോക് കുമാർ കെമുക്കെ പോലെ 46 ട്രാൻസ്ഫറും വാങ്ങിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുറച്ച് പത്രക്കാരെഴുതും ഭയങ്കര അഴിമതി വിരുദ്ധനായിട്ടുള്ള ആളാണ്. ഇവിടെ തന്നെ ഒരു 1ാം നമ്പർ ബുദ്ധിജീവിയുണ്ട്, ഒരു പണിയും ചെയ്യത്തില്ല, പക്ഷേ അഴിമതി വിരുദ്ധൻ എന്നുള്ള പേരുണ്ടാക്കി. എന്താണ് അയാളുടെ, സുപ്രീം കോടതി ചോദിച്ചാണ് എന്താണ് അയാളുടെ കോൺട്രിബ്യൂഷൻ? അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടിയ ദൈവാധീനം ഒരു ഉന്നത പൊസിഷനിൽ വരുന്നു. ഓരോ സമയത്തും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എത്രയോ പേർക്ക് നമ്മൾ ഉപകാരം ചെയ്യുന്നുണ്ട്. 1500 വൈകല്യമുള്ളവർക്ക് കേരളത്തിലെ എയ്ഡഡ് സ്കൂളിൽ ജോലി കിട്ടിയത് എൻ്റെ ഒരു ഉത്തരവ് പ്രകാരമാണ് ഞാൻ ഇനിഷ്യേറ്റ് ചെയ്തത്. എനിക്ക് അഭിമാനപൂർവ്വം പറയാം, എനിക്ക് ഏറ്റവും സംതൃപ്തി നൽകുന്ന ഒരു കാരുണ്യ ബെനവലൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞ് 2.25 ലക്ഷം പേർക്ക് സർജറി. ഇത് രണ്ടുമാണ് എൻ്റെ ജീവിതത്തിലെ ഒരു നിയോഗം പോലെ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇത് ഞാൻ സസ്പെൻഷനിലായി എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ അഴിമതി കണ്ടെണ്ണെ ഒഴിഞ്ഞൊഴിഞ്ഞ് മാറി. അത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. റൈറ്റ്. വേറൊരു കാര്യം, ഈ ആളുകൾക്ക് ഏറ്റവും കൗതുകത്തോടെ ആളുകൾ ചർച്ച ചെയ്തത് കഴിഞ്ഞ ദിവസം ഈ കഞ്ചാവ് നിയമവിധേയമാക്കണമെന്നുള്ള താങ്കളുടെ പരാമർശമാണ്. സത്യത്തിൽ പല തലത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് മുമ്പ്. ഇപ്പോൾ പാർലമെൻറ്റിൽ ശശി തരൂർ MP അടക്കമുള്ളവർ ഈ കാര്യത്തിൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. നമുക്ക് അതറിയാം, മുമ്പേ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. കേരളത്തിൽ പക്ഷേ ഇത് പറയുമ്പോൾ വളരെ പെട്ടെന്ന് ആളുകൾ ഇങ്ങനെ വളരെ നിഷേധാത്മകമായ ഒരു സമീപനം ഈ വിഷയത്തോട് സ്വീകരിക്കുകയും മറ്റു പലതരത്തിലും വിമർശിക്കുകയും ഒക്കെ ചെയ്യും. എന്താണ് ഈ കാര്യത്തിൽ താങ്കളുടെ ഒരു ടേക്ക്? ഈ കേരള സർക്കാർ നടത്തുന്ന 2-3 ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയട്ടെ. അതൊരു പ്രശ്നമുള്ള കാര്യമേ അല്ലെന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. ഈ ലോട്ടറി നടത്തുന്ന 7 സംസ്ഥാനങ്ങൾ മാത്രമാണ്. ഇൻ ഓർഡർ ടു കർട്ടൈൽ ദ ഗാംബ്ലിംഗ് ഇൻസ്റ്റിങ്സ് ഓഫ് പീപ്പിൾ, അതുകൊണ്ടാണ് ഞങ്ങൾ ലോട്ടറി നടത്തുന്നതെന്നൊരു ന്യായവും അവിടെ പറയുന്നുണ്ട്. ലോട്ടറി എന്ന് പറഞ്ഞാൽ ചൂതുകളിയാണ്. എന്നാൽ പിന്നെ ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് കാസിനോസ് നടത്തിക്കൂടാ? കാസിനോസിനോടൊപ്പം ബാറും കൂടെ നടത്തിക്കഴിഞ്ഞാൽ വിദേശികൾ പോലും കാസിനോസിൽ വരും. മക്കാവു എന്ന് പറയുന്ന ദ്വീപിൽ എത്രത്തോളമാണ് അവിടെ വരുമാനം. അപ്പം ഈ പറയുന്നുടനെ കറക്റ്റായിട്ട് പറയണം. തെറ്റായിട്ടുള്ള കാര്യം ചെയ്ത് ഞങ്ങളിട്ട് കഴിഞ്ഞാൽ അത് ബർമുടയും നിങ്ങളിട്ട് കഴിഞ്ഞാൽ അത് കുട്ടി നിക്കറുമാണെന്ന് പറയുന്ന പരിപാടി പാടില്ല. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ ബാറിൻ്റെ പോളിസികളാണ്. ഞങ്ങൾ 3 സ്റ്റാർ ബാറുകളിലെ അല്ലെങ്കിൽ 5 സ്റ്റാർ ബാറുകളിലെ ഞങ്ങൾ മദ്യം കൊടുക്കുകയുള്ളൂ. പക്ഷെ അതിൻ്റെ താഴെ ഒരു ലോക്കൽ ബാറുണ്ട്, ഒരു സൗകര്യവും ഇല്ലാത്ത സാധാരണക്കാരൻ പോയി മദ്യപിക്കുന്ന ഒരു ബാറുണ്ട്. ബാറിലെ കൊടുക്കുമെങ്കിൽ ആ സാധാരണക്കാരനെയും പിടിച്ച് നല്ല വൃത്തിയുള്ള സ്ഥലത്ത് മാത്രമേ
ഇരുത്തി ആ ബാറിൻ്റെ സൗകര്യത്തോടുകൂടി അല്ല സ്റ്റാറിൻ്റെ സൗകര്യത്തോടുകൂടി വേണം കൊടുക്കാൻ. അപ്പോൾ ഇതെല്ലാം ഒരു നറേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ പറഞ്ഞില്ല കേരളത്തിൽ 2 വിഭാഗം ആൾക്കാരേ ഉള്ളൂ, ലോകം കണ്ടിട്ടുള്ളതും ചിന്തിക്കുന്നതും. പക്ഷെ അവർ ന്യൂനപക്ഷമായി പോയി. കേരളത്തിലെ മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് കിണറ്റിലെ തവളകൾ പോലെ. ഞാൻ അടിമകൾ എന്ന് പറഞ്ഞപ്പം ചില ആൾക്കാരൊക്കെ വിചാരിച്ചത് CPM അടിമകളാണ്. അത് അവർ വിചാരിച്ചതാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു തെറ്റിദ്ധാരണയുള്ളതുകൊണ്ട്. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടെ പലതരത്തിലുള്ള അടിമകളുണ്ട്. അതിപ്പോൾ CPM അടിമകളുണ്ട്, കോൺഗ്രസിൻ്റെ അടിമകളുണ്ട്, മുസ്ലിം ലീഗിൻ്റെ അടിമകളുണ്ട്. ഓരോ പാർട്ടിയിലെ നേതാവ് പറയുന്നതാണ് വേദവാക്യം എന്ന് പറയുന്ന രാഷ്ട്രീയ അടിമകളാണ് പൊതുവായിട്ടുള്ളത്. 2 മത നേതാക്കൾ പറയുന്നതാണ് വേദവാക്യം എന്ന് പറയുന്നുള്ളത്. അവർ മാത്രമേ ഇത് ചിന്തിക്കത്തുള്ളൂ. ഇത് ഞാൻ പറഞ്ഞത് there are 3 alternatives. 1 എന്ന് പറയുന്നത് ഗഞ്ച, 2 എന്ന് പറയുന്നത് ലിക്കർ, 3 എന്ന് പറയുന്നത് ഡ്രഗ്സ്. ഈ ലിക്കർ കഴിച്ച് എത്രയോ പേരുടെ കുടുംബം നശിച്ചിട്ടുണ്ട്, എത്രയോ പേരുടെ ഇൻറ്റേർണൽ ഓർഗൻസ് നശിച്ചിട്ടുണ്ട്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള ചാൻസ്, അഡിക്റ്റഡ് ആയി കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഡ്രഗ് ആണെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഭീകരമായിട്ടുള്ളതാണ്. പക്ഷേ ലോകം മൊത്തം പല രാജ്യങ്ങളും, അമേരിക്കയിലെ 38 സ്റ്റേറ്റ് മെഡിസിനൽ കനാബീസും, 22 സ്റ്റേറ്റ് റിക്രിയേഷണൽ കനാബീസും, അതുപോലെ തന്നെ ഓസ്ട്രേലിയ, കാനഡ, ആംസ്റ്റർഡാം, നെതർലാൻഡ്സ് തുടങ്ങിയ പല രാജ്യങ്ങളും ലീഗലൈസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ദിസ് ഈസ് എ ലെസർ ഈവിൾ. ഞാൻ പറഞ്ഞിട്ടല്ല. ഇപ്പം പലരും വിമർശിക്കുന്നുണ്ട് ബിജു പ്രഭാകറിൻ്റെ ഈ ഒരു സ്റ്റാൻഡ് കാരണം ഇനി എല്ലാവരും കഞ്ചാവ് അടിച്ചു. ഞാൻ പറഞ്ഞിട്ടാണ് ഇവിടെ ആളുകൾ ചരസടിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ MDMA അടിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടാണോ കേരളത്തിലെ ആളുകൾ മദ്യപിക്കുന്നത്? ഞാൻ പറഞ്ഞത് ഗവൺമെൻറ് ഇത് ചെയ്തു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് 5 ഗ്രാം, ഇപ്പോൾ ഇന്നലെ തന്നെ കാനഡയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു. അവിടെ എല്ലാം ഈ ഇതുണ്ട്, പക്ഷേ അത് കൺട്രോൾഡാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുമാത്രം കേസുകളാണ് എടുക്കുന്നത്, ആളുകളെ ക്രിമിനൽ കേസുകളിൽ പെടുത്തുകയാണ്. അപ്പോൾ ആ ക്രിമിനൽ കേസുകളെല്ലാം കൂടെ നമ്മുടെ കോടതി വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത്? ഞാൻ ഇതിനകത്തൊരു വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നീതി ആയോഗിൻ്റെ 2018 റിപ്പോർട്ട് വെച്ച് ഇന്നത്തെ നിലയിൽ ഈ കിടക്കുന്ന കേസുകളെല്ലാം കൂടെ തീരണമെങ്കിൽ 324 കൊല്ലം എടുക്കും. അപ്പം നമ്മളൊരു സൊസൈറ്റിയെ ഡീക്രിമിനലൈസ് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ പറഞ്ഞതുകൊണ്ട് നാളെ എല്ലാവരും കഞ്ചാവ് അടിക്കണമെന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഓൾറെഡി യു ആർ ഡൂയിങ് സംതിങ് വിച്ച് ഈസ് ആക്ച്വലി ആൻ ഇറിവേഴ്സിബിൾ പ്രോസസ്സ്. കാരണം മദ്യപിക്കുന്ന ആൾക്കാർ അതിന് അഡിക്ഷൻ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. MDMA അതുപോലുള്ളത് ചെയ്യുന്ന ആൾക്കാർ പ്രത്യേകിച്ച് അവർക്ക് തിരിച്ചു വരണമെന്ന് വിചാരിച്ചാൽ പോലും അഡിക്ഷൻ സെൻറ്ററിൽ പോയി വിഡ്രോവൽ സിംറ്റംസ് ഇല്ലാതാക്കിയാൽ മാത്രമേ തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് മൊത്തം വളരെ സർവ്വസാധാരണമായിരുന്നു, 1970s and 80s. അതിനുശേഷമാണ് ഇത് ഉത്തരേന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഭാങ് എന്ന് പറയുന്നത് എന്താണ്? കഞ്ചാവിൻ്റെ ഇലയും പാലും എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഇത് വൈറ്റമിൻസും ഒക്കെ, ഫ്രൂട്ട്സും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സാധനമാണ് ഭാങ്. നമ്മുടെ പുരാണങ്ങളിലുള്ള ശിവമൂലി അല്ലെന്നുണ്ടെങ്കിൽ ഭാങ് എന്ന് പറയുന്നത് ശിവനുമായിട്ട് അസോസിയേറ്റ് ആയിട്ടുള്ളതാണ്. ഇത് നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ലെസർ ഈവിൾ എന്നുള്ള നിലയിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആരും കഞ്ചാവ് അടിക്കരുത്. അതിനകത്തും പ്രശ്നമുണ്ട്. ഇനിയും നശിക്കാനുള്ളവന് കഞ്ചാവ് തന്നെ വേണമെന്നൊന്നുമില്ല, ചുമ്മാതെ തന്നെ നശിക്കാവുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. റൈറ്റ്. എന്തായാലും വിശദമായി തന്നെ ഈ കാര്യങ്ങൾ ഈ പരിമിതമായ സമയത്തിനുള്ളിൽ നമുക്ക് കുറേയെങ്കിലും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. വളരെ നന്ദി. ഹലോ മലയാളത്തിൽ ന്യൂസ് മലയാളവുമായി സഹകരിച്ചതിന് ശ്രീ ബിജു പ്രഭാകർ.